അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും പൗലോ മാഷിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് നേവയാണ് തന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇത് ആലോചിച്ച് പോകും. ഇതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതാൻ അറിയത്തില്ലാത്തതാണ് ഈ ക്വസ്റ്റ്യൻ എനിക്ക് തന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് 3 ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷനും മറ്റേ സ്ഥലത്ത് 2 ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷനാണ്. അപ്പോൾ നേരിട്ട് സെൽ റിയാക്ഷൻ എഴുതാൻ പറ്റില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കണം, അത്രേ ആവശ്യമുള്ളൂ. ഇനി ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതെന്താണ്? ക്രോമിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ക്രോമിയം 3+ ആവും. ഈ പറഞ്ഞ കാര്യം അതേപോലെ ഞാൻ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. അതേപോലെ ഇപ്പുറത്തും അയൺ എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് അയണായി മാറും. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞത് വാക്കിൽ പറഞ്ഞത് നമ്മൾ അതേപോലെ തന്നെ ഒന്ന് എഴുതി വയ്ക്കുന്നു. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ? ക്രോമിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 3+ ആയി മാറും. അപ്പോൾ ഞാൻ എഴുതുന്നു ക്രോമിയം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായി മാറും? ക്രോമിയം 3+ ആയിട്ട് മാറും. ഓക്കെ, എഴുതി. ഇനി ആരോ മാർക്കിൻ്റെ താഴെ അടുത്ത ആരോ മാർക്ക്. ഇനി ഇവിടുത്തെ റിയാക്ഷൻ എഴുതണം. ഇത് അയൺ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ചാർജ് ഇല്ലാണ്ടായി മാറും. അപ്പോൾ അതേപോലെ തന്നെ എഴുതി. അയൺ 2+ എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കും? 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. എന്നിട്ട് എന്തായി മാറും? ചാർജ് ഇല്ലാത്ത അയോണായിട്ട് മാറും. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാനല്ലേ അറിയത്തില്ലാത്തത്. അതിന് കാരണം എന്താ? ഒരു സ്ഥലത്ത് 3 ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ, മറ്റേ സ്ഥലത്ത് 2 ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ. ഇത് കാരണമാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ശ്രദ്ധിച്ച് നോക്ക്. ഇനി ഞാനിവിടെ വെച്ച ഒരു വരയും കെട്ടി. ഇനി ഞാൻ ഒരു സ്ഥലത്ത് ക്രോമിയം എഴുതി, മറ്റേ സ്ഥലത്ത് അയൺ എഴുതി. ഇനി ശ്രദ്ധിച്ച് നോക്കിയേ. ക്രോമിയം 3 ഇലക്ട്രോൺ വീതമാണ് വിട്ടുകൊടുക്കുക. അപ്പോൾ ഒരു ക്രോമിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. 2 ക്രോമിയം ആണെങ്കിൽ 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇനി 3 ക്രോമിയം ആണെങ്കിൽ 9 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. 3 ക്രോമിയം ആണെങ്കിൽ 9 ഇലക്ട്രോണിനെ ആയിരിക്കും വിട്ടുകൊടുക്കുക. അതേപോലെ അയണിൻ്റെ എഴുതുക. അയൺ ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഒരു അയൺ ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഇനി 2 അയണിൻ്റെ പാർട്ടികൾ ഉണ്ടെങ്കിൽ 2 2 4 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഇനി 3 അയൺ ഉണ്ടെങ്കിൽ 4 2 6 ഇലക്ട്രോണിനെ സ്വീകരിക്കും. കാരണം എന്താ? ഇവർ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, ഇവരോ 3ൻ്റെ മൾട്ടിപ്പിൾസ്. അതെനിക്ക് എവിടെ നിന്ന് മനസ്സിലായത്? അതിവിടെ എഴുതി തന്നിട്ടുണ്ട്. 3ൻ്റെ മൾട്ടിപ്പിൾസ്, ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയിട്ട് അതേപോലെ എഴുതുക. ഇനി 2 പേർക്ക് സെയിം ആയിട്ട് സംഖ്യ വന്നത് എപ്പോഴാണ്? ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ 2 പേർക്ക് സെയിം ആയിട്ട് വന്നത് എപ്പോഴാണ്? അവിടെ ഞാൻ ചതുരം വരച്ച് വയ്ക്കുന്നു. 6 ഇലക്ട്രോണാണ് 2 പേർക്കും സെയിം ആയിട്ട് വന്ന ഇൻട്രാക്ഷൻ. അപ്പം ക്രോമിയം എത്ര എണ്ണം വേണം? 2 എണ്ണം. അയൺ എത്ര എണ്ണം വേണം? 3 എണ്ണം. പണി കഴിഞ്ഞു. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതുവാണേ. ആദ്യം തന്നെ നമ്മൾ എന്തിടണോ? കാണുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ ഇച്ചിരി കയറ്റി വയ്ക്കാം. ആദ്യം തന്നെ നിങ്ങൾ എന്തിടണോ? ആരോ മാർക്ക് ഇട്ടു. ഇവിടെ എത്ര ക്രോമിയം വേണം? 2 എണ്ണം. എത്ര അയൺ വേണം? എത്ര അയൺ വേണം? അയൺ ഇവിടെ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. ഇവിടെ നിങ്ങൾ ക്രോമിയം അയൺ എഴുതുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കുക. ഈ ആരോ മാർക്കിൻ്റെ ഫ്രണ്ടിലുള്ളത് മാത്രമേ എഴുതാവുള്ളൂ. ആരോ മാർക്കിൻ്റെ ബേക്കിലുള്ളത് നോക്കണം. ക്രോമിയം എങ്ങനെ എഴുതണം? ക്രോമിയം 0. അയൺ എങ്ങനെ എഴുതണം? അയൺ 2+. ഇതിൻ്റെ ഇപ്പുറ സൈഡിലുള്ളതിൽ എഴുതേണ്ടത് ഇവിടെ സൂക്ഷിച്ച് എഴുതുക. ക്രോമിയം 0യും അയൺ എത്രയാണ്? അയൺ 2+ഉം ആണ്. അത് അതേപോലെ തന്നെ എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് കുറച്ച് എളുപ്പം കിട്ടുമെന്ന് മാത്രം. എന്നിട്ട് ഇത് രണ്ടും കൂടി എടുത്ത് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഞാനൊന്നുകൂടി എഴുതുവാണ്. ആരോ മാർക്ക് ഞാനൊന്നുകൂടി മാറ്റി വരയ്ക്കുകയാണ് ആരോ മാർക്ക്. ഓക്കെ, അപ്പോൾ ക്രോമിയം എത്ര എണ്ണം വേണം? 6 എണ്ണം. ചാർജ് ഇല്ലാത്ത 6 ക്രോമിയം വേണം. അല്ല, ചാർജ് ഇല്ലാത്ത 2 ക്രോമിയം വേണം. അപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ക്രോമിയം പ്ലസ് അതിൻ്റെ കൂടെ അയൺ 2+ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. 3 അയൺ 2+ വേണം. എന്നിട്ട് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുക? അത് ഓൾറെഡി നിങ്ങൾക്കറിയാം. ക്രോമിയം അപ്പുറത്ത് പോയാൽ എന്താവും? ക്രോമിയം തന്നെയാവും ആയി മാറും. ക്രോമിയത്തിന് എത്ര ചാർജ് ഉണ്ടാവും? നമുക്കറിയാം. ക്രോമിയം എന്തായി മാറും? 3+ ആയിട്ട് മാറും. ഇവിടെ 2 ക്രോമിയം ഉള്ളത്. അപ്പോൾ ഇപ്പുറത്ത് എത്ര ക്രോമിയം തന്നെ? 2 ക്രോമിയം തന്നെ. ഇതിവിടെ നോക്കിയിട്ട് എഴുതിയാൽ മതി. ആരോ മാർക്ക് ഇങ്ങേ സൈഡിൽ ആരൊക്കെയാണ് ഉള്ളത്? 3+ഉം 0യും. ക്രോമിയം 3+ഉം അയൺ 0യും. ഇനി ഇവിടെ എത്ര അയൺ ഉണ്ട്? 3 അയൺ. അപ്പോൾ ഇപ്പുറത്ത് എത്ര അയൺ ഉണ്ടാവും? 3 അയൺ. ഇവിടെ എത്ര ക്രോമിയം? 2. അപ്പോൾ ഇപ്പുറത്ത് എത്ര ക്രോമിയം? 2. ബാലൻസായി. പരിപാടി കഴിഞ്ഞു. സിമ്പിളായിരുന്നു. എങ്ങനെ ബാലൻസ് ചെയ്ത്? ഈ സൈഡിൽ എന്താ എഴുതേണ്ടതെന്നുള്ളത് മേളിൽ നോക്കിയാൽ മതി. ഈ സൈഡിൽ എന്താ എഴുതേണ്ടതെന്നുള്ളത് മേളിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്രോമിയം 0യും Fe2+ എഴുതണം. ഇതാ നോക്ക്, ക്രോമിയം 0യും Fe2+ എഴുതി. ഇനി ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ ക്രോമിയം 3+ എഴുതണം, Fe0 എഴുതണം. നോക്കി, അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ക്രോമിയം 3+ഉം Fe0 എഴുതി. ഇനി 2 3 എന്ന് പറഞ്ഞ സംഖ്യ എവിടെ നിന്ന് കിട്ടിയ? നമ്മൾ ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ എഴുതി നോക്കി. 2 പേർക്കും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ വരുന്ന എത്ര ഇലക്ട്രോണില്ല? 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ പറഞ്ഞെങ്കിൽ അയൺ എത്ര എണ്ണം വേണം? 3 എണ്ണം. ക്രോമിയം എത്ര എണ്ണം വേണം? 2 എണ്ണം. ക്രോമിയം 2, അയൺ 3. സിമ്പിൾ, വളരെ സിമ്പിളായിരുന്നു.
ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ബാക്കിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതാണ് സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഇനി സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കണമെങ്കിൽ ആനോഡ് അല്ല കാഥോഡ് മൈനസ് ആനോഡ് ചെയ്യണം. അതിന് വേറെ ഇക്വേഷൻസ് ഒന്നുമില്ല. EMF കണ്ടുപിടിക്കണമെങ്കിൽ സെല്ലിൻ്റെ കാഥോഡിൽ നിന്ന് സെല്ലിൻ്റെ ആനോഡിൻ്റെ ഇത് കുറയ്ക്കണം. ഇനി കാഥോഡിൻ്റെ എത്ര നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കാഥോഡിൻ്റെ ഉള്ളാരാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമുള്ള ആളാരാണ്? ആനോഡ്. രണ്ടാമതുള്ള ആളാണ് കാഥോഡ്. അപ്പം അയണാണ് ഇവിടെ കാഥോഡ്. അയണ്ടത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അത് -0.45 കുറയ്ക്കണം ഈജിന് വിട്ടു. പിന്നെ ആനോഡ് ഇവിടെ ആരാണ്? ആദ്യമുള്ള ആൾ ആനോഡ്, രണ്ടാമതുള്ള ആൾ കാനോഡ്. ആദ്യമുള്ളത് നോക്കൂ, ആദ്യമുള്ളത് ആനോഡ്, രണ്ടാമതുള്ളത് കാഥോഡ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? കാഥോഡ് മൈനസ് ആനോഡ്. അപ്പോൾ അയണിൻ്റെ അകത്ത് ക്രോമിയം കുറയ്ക്കണം. അയണിൻ്റേത് ഞാനിവിടെ എഴുതി. അയണിൻ്റേതാണ് -0.45. ഇനി ക്രോമിയത്തിൻ്റെത് എഴുതണം. ക്രോമിയത്തിൻ്റെത് ഞാൻ നോക്കട്ടെ. ക്രോമിയത്തിൻ്റെ എത്രയാണ്? -0.75 എന്ന് വരും. ഇനി ഈക്വൽ ടു ഇവിടെ മൈനസ് പ്ലസ് ആവും. അപ്പോൾ 0.75 ആവും. ഇത് +0.75, ഇതോ -0.45. ഒട്ടും അറിയത്തില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചില്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കുക. ആൻസറിൻ്റെ അവസാനം യൂണിറ്റ് വോൾട്ട് എന്നിടണം. പിന്നെ ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന വളരെ വലിയ സംശയമാണ്, എപ്പോഴാണ് അതിൻ്റെ സ്പെല്ലിങ് എനിക്കറിയത്തില്ല, NEARST ഏണസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. എപ്പോഴാണ് യൂസ് ചെയ്യുക? ഏണസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത് അവർ വന്ന് ചോദിക്കുന്നത്. അപ്പം ഏണസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? കോൺസെൻട്രേഷൻ്റെ ടൈം ഉണ്ടാവണം. ഇവിടെ കോൺസെൻട്രേഷൻ എഴുതിയോ? ഇല്ല. ഇവിടെ കോൺസെൻട്രേഷൻ എഴുതിയോ? ഇല്ല. അവിടെ കോൺസെൻട്രേഷൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ? മറ്റേ ഏണസ്റ്റ് ഇക്വേഷൻ്റെ സാധനമൊക്കെ ഉപയോഗിക്കേണ്ടുള്ളൂ. E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പൗലോ മാഷ് ഇവിടെയുണ്ട്. ഓക്കെ, ബൈ.